ഇസ്രയേലിനെ വിറപ്പിച്ച് ഹിസ്ബുള്ള 12 മണിക്കൂറിനുള്ളിൽ 6 തവണയാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ മിസൈലുകൾ തൊടുത്തത്. വടക്കൻ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനോനിലെ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ഇസ്രയേൽ ഗാസയിലേക്ക് സൈനിക നീക്കം ആരംഭിച്ചത് മുതൽ വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് 6 തവണ ഹിസ്ബുള്ള മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചത്. ഇതേ തുടർന്ന് ഹിസ്ബുള്ളയുടെ വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേലും ആക്രമണം നടത്തി. അതിർത്തിയിലെ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളാണ് തങ്ങൾ ആക്രമിച്ച് തകർത്തതെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ഈ കേന്ദ്രങ്ങളെല്ലാം ഇസ്രയേൽ പിടിച്ചെടുത്ത ലെബനോനിലുള്ളതാണ്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാലും തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഹിസ്ബുള്ളയുടെ 200ഓളം അംഗങ്ങളാണ് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്നതിനാൽ ഗാസയിൽ സമാധാന ഉടമ്പടി ഉണ്ടായാലും ഹിസ്ബുള്ളയുമായുള്ള ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേലും അറിയിച്ചിരിക്കുന്നത്. 80,000-ഓളം ഇസ്രായേലികളാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറിയയിൽ ഹിസ്ബുള്ളയുടെ വാഹനം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തകർത്തിരുന്നു. ആക്രമണത്തിൽ 2 ഹിസ്ബുള്ള പ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പുറമെ ചെങ്കടലിൽ ഹൂതികളുടെയും സിറിയയിൽ വിമത ഗ്രൂപ്പുകളുടെയും ആക്രമണം ഇസ്രയേൽ നേരിടുന്നുണ്ട്. ചെങ്കടലിൽ നിന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല റഷ്യയുടെയും രഹസ്യ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ആക്രമണം തുടരുകയാണെങ്കിൽ സന്ധി സംഭാഷണങ്ങൾക്കുള്ള സാധ്യത മങ്ങുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയും ഹൂതികളും ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറല്ല.